KSU പ്രവർത്തകർ നരാധമന്മാർ എൻ്റെ കഴുത്ത് തല്ലിയോടിച്ചു എന്നുള്ള സ്ക്രിപ്റ്റുമായി കേരളത്തിൻ്റെ ഹെൽത്ത് മിനിസ്റ്റർ വീണ ജോർജ് ഒരു ഇൻ്റർവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളത് മാതൃഭൂമി ന്യൂസിനാണ്. അഭിലാഷാണ് ഈ ഒരു അഭിമുഖം എടുത്തിട്ടുള്ളത്. എനിക്ക് ജീവിക്കണ്ടേ മന്ത്രി വീണ ജോർജിന് പറയാനുള്ളത്. മാഡം ജീവിച്ചോളൂ, ജീവിക്കണ്ടെന്ന് പറഞ്ഞു. മാഡം ഇപ്പം ഹെഡായിട്ടിരിക്കുന്ന ഈ ആരോഗ്യ വകുപ്പും അതിലെ കുറച്ച് ആളുകളും എല്ലാവരും കൂടി ചേർന്ന് കുറേ ആൾക്കാരുടെ ജീവിക്കാനുള്ള അവകാശം തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ട് മാഡം. ആ കണ്ണീരിനൊക്കെ ഒന്ന് മാഡത്തിന് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതിന് ഉത്തരം പറയാതെ മാഡം മുന്നോട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ മാഡത്തിന് തന്നെ സ്വയം അയ്യോ ഞാൻ എന്തിന് ജീവിക്കണം എന്നുള്ള തോന്നൽ ചിലപ്പോൾ ഭാവിയിൽ വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ ജീവിക്കാൻ വിടുക എന്നുള്ളൊരു കാര്യവും പറഞ്ഞ് എന്താണ് ഹെൽത്ത് മിനിസ്റ്റർക്ക് പറയാനുള്ളത്, എന്താണ് AKG സെൻറ്ററിൽ നിന്ന് വന്ന സ്ക്രിപ്റ്റ് ക്യാപ്സ്യൂൾ നോക്കാമല്ലോ. ഓക്കെ, ആദ്യമായി എന്താണ് കണ്ണൂരിൽ സംഭവിച്ചത് എന്ന് മന്ത്രി വീണ ജോർജ് വിശദീകരിക്കുകയാണ്. ശരി, കണ്ണൂർ എന്താ സംഭവിച്ചെന്നുള്ളത് വിവരിക്കുകയാണെന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് കാര്യം പറയണം, മനസ്സിലായോ? അല്ലാതെ ഇത് AKG സെൻറ്ററിൽ നിന്ന് കൊടുത്തൊരു സ്ക്രിപ്റ്റായിട്ട് വന്നിട്ട് പറഞ്ഞിട്ട് പോകരുത്. നമ്മളാരും എവിടെയും ഒരു ക്യാമറയിലും ഒരു വിഷ്വലിലും ഇന്നേ വരെ ഏതെങ്കിലും ഒരു KSU പ്രവർത്തകൻ ഈ പറഞ്ഞ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കഴുത്തിനിട്ട് തട്ടുന്നതോ കുത്തുന്നതോ ഇടിക്കുന്നതോ ആയിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് സ്ക്രിപ്റ്റാണെങ്കിൽ സ്ക്രിപ്റ്റ് എന്ന് പറയണം. അല്ല ഇനിയിപ്പോൾ അവർക്ക് തോന്നലുകളാണെന്ന് പറയണം. മനസ്സിലായില്ലേ? അല്ലാതെ ഇത് പുതിയൊരു നറേറ്റീവായിട്ട് വരാനാണെന്നുണ്ടെങ്കിൽ പൊളിച്ചു കൊടുക്കണ്ടേ. കമോൺ. എങ്ങനെയുണ്ട് ഇപ്പോൾ ആരോഗ്യം? കഴുത്തിന് വേദനയുണ്ട്, പിന്നെ ആ ഒരു ഡിസിനെസ്സും തലകറക്കവുമുണ്ട്. അപ്പോൾ അത് കോളർ കാണുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. കോളർ ഒരാഴ്ച ധരിക്കണം എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. കാരണം മൂവ്മെൻറ്റ്സ് ഉള്ളപ്പോൾ അത് വേദന കൂട്ടുന്നു. ട്രീറ്റ്മെൻറ്റ് ഓക്കെ, കോളർ ഒരാഴ്ച ധരിക്കണം എന്നാണ് ഡോക്ടർമാർ പറഞ്ഞതെന്നാണ് മാഡം പറയുന്നത്. നെക്കിലെ കോളർ ഒരാഴ്ച ധരിക്കേണ്ട രീതിയിലാണ് ഒരു ഇഞ്ചുറി എന്നുണ്ടെങ്കിൽ നെക്ക് കോളർ ഇപ്പോൾ അത്യാവശ്യം നെക്ക് കോളേഴ്സ് ഇട്ടവർക്ക് അറിയാം, അല്ലെങ്കിൽ നെക്കിന് ഇഞ്ചുറി പറ്റിയവർക്ക് അറിയാം. നെക്ക് കോളർ ഇടുന്നൊരവസ്ഥ ഒരാഴ്ചയ്ക്ക് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ സ്പ്രെയിനോ കാര്യങ്ങളോ മാത്രമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ICUവിൽ കയറ്റുന്നു, ആകെ മൊത്തം അവിടെ ഈ ജഗബോഗം ഉണ്ടാക്കി വെച്ചത്. സ്പ്രെയിൻ ആയതായിരിക്കും, ഒരാഴ്ച നെക്സ്റ്റ് സ്പ്രെയിനിന് കഴുത്തിൽ ആ ഒരു സ്ട്രാപ്പിട്ട് അത് തീരേണ്ട കാര്യം തന്നെയുള്ളൂ. ഓക്കെ, അതിന് ഇത്രയും കോലാഹലം കാണിച്ചു കൂട്ടിയ. അടുത്തത്, ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യമായിട്ട് തന്നെ ഉണ്ട്. വേദനയും നീരുണ്ട്, ഇപ്പൊ കാണാൻ പറ്റുന്നത് പോലെ തന്നെ. പിന്നെ അത് കൂടാതെ ഈ നല്ല തലകറക്കം, വോമിറ്റിംഗ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതുള്ള മരുന്നുകൾ, വോമിറ്റിങ്ങിനുള്ള മരുന്ന് കഴിച്ചിട്ട് വെള്ളം കുടിക്കുമ്പോൾ വീണ്ടും വോമിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് ഇഞ്ചക്ഷനായിട്ട് എടുക്കുന്നുണ്ട്. ഒരാഴ്ച എന്തായാലും ഇത് ധരിക്കുകയും ഇനി അതിന് ശേഷം എന്തെങ്കിലും വേദന ഇതുപോലെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ പിന്നീട് മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ളത് നോക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ഓക്കെ, അപ്പോൾ മന്ത്രി തന്നെ പറയുന്നുണ്ട് വോമിറ്റിംഗ് ഉണ്ട്, പ്രശ്നമാണ്, ഡിസിനെസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാഡം ഇത്രയും ഒരു സീരിയസ് കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ മാഡത്തിന് മാറി നിൽക്കാമല്ലോ. ഈ ഉദ്ഘാടനങ്ങൾക്ക് ഇനി പോകേണ്ട കാര്യമില്ലല്ലോ. അത് എന്തുകൊണ്ട് ഞാൻ പറയുന്നു എന്നുള്ളത് ഈ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ചങ്ങോട്ടുള്ള ക്ലിപ്പുകൾ വെച്ച് നോക്കി അതിനകത്ത് പറയുന്നുണ്ട്. അത് ഞാൻ പറയാം. ഇത്രയും ഒരു സിവിയർ കണ്ടീഷനാണ്, ഓക്കെ, ഭയങ്കര സിവിയർ കണ്ടീഷനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര പെട്ടെന്നൊന്നും ഡിസ്ചാർജ് ചെയ്യില്ല. നമ്പർ 1, ഇങ്ങനൊരു ഇൻ്റർവ്യൂവും കൊടുക്കില്ല. ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലടേ, മനസ്സിലായി? എസ്പെഷ്യലി അവിടെ വീണ ജോർജ് മാഡം ഇരിക്കുന്ന കസാല നിങ്ങൾ ശ്രദ്ധിക്കണം. എൻ്റെ പൊന്നളിയുമ്പോൾ ഇങ്ങനെ കസാലയിൽ ഇരിക്കാൻ പറ്റും? കഴുത്തിനും നട്ടലിനും പ്രശ്നമുള്ള ഒരാൾക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു ചെയറിനകത്ത് ഇരിക്കാൻ പറ്റില്ല. അതിൽ തന്നെ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന അഭിലാഷ് ഇരിക്കുന്നത് നിങ്ങൾ നോക്കണം. അദ്ദേഹവും ഒരു ബാക്കിലൊരു തലയണ വെച്ചിട്ടുണ്ട്, വീണ ജോർജ് മാഡവും ബാക്കിലൊരു സപ്പോർട്ട് വെച്ചിട്ടുണ്ട്. ഈ കഴുത്തിന് പ്രശ്നമുള്ള ഒരാൾ അങ്ങനെ സപ്പോർട്ട് വെച്ചിരിക്കില്ല. അങ്ങനത്തെ ഒരു ചെയറിൽ ഇരിക്കാൻ ഭയങ്കര പാടായിരിക്കും അവർക്ക്. അതങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ എനിക്ക് ബാക്കിന് പ്രശ്നം വന്ന സമയത്ത് ഞാൻ എങ്ങനെ ഇരുന്നു എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ കഴുത്തിനൊക്കെ പ്രശ്നം വരുമ്പോൾ നമ്മുടെ പോസ്ചർ ഭയങ്കര ക്ലിയർ ആയിരിക്കണം. ഒരു ഇൻ്റർവ്യൂ കൊടുക്കാനും ഇതൊരു 40-50 മിനിറ്റാണ് അവർ ടെലികാസ്റ്റ് ചെയ്ത ഇൻ്റർവ്യൂ തന്നെ. അപ്പോൾ ആ ഇൻ്റർവ്യൂ എനിക്ക് തോന്നുന്നു മേ ബി ഒരു 1-1.5 അവർ എടുത്തിട്ടുണ്ടാവും, പലതും വെട്ടിക്കളഞ്ഞിട്ടും ഉണ്ടാവും. ഇത്രയും ഇൻ്റർവ്യൂ കൊടുക്കാൻ അവർ ഇരുന്നു എന്നുള്ളത് തന്നെ അവർക്ക് എത്രത്തോളം ഇഞ്ചുറി സിവിയർ ആണെന്നുള്ളത് കാണിക്കുന്നുണ്ട്.
അതിൻ്റെ ഒരു അളവ് എത്രത്തോളം ആയിരിക്കുന്നു. ഒരു മനുഷ്യൻ കഴുത്തിൽ കോളർ ഇട്ട് ഇത്രയും സിവിയർ ഇഞ്ചുറി, അത് കയ്യിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നുണ്ട് പെയിൻ എന്നാണ് പറയുന്നത്. എന്നിട്ട് കൈ വെച്ചിട്ടുള്ളത് ഇങ്ങനെ ആ കസാലേൻ്റെ മുകളിൽ ഇങ്ങനെ കയ്യും വെച്ചിരിക്കുന്നത്. അത് കയ്യിൽ അത് കാണാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. ക്യാൻഡിലിട്ടിട്ടില്ല കയ്യിൽ എന്ന് പറഞ്ഞുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. 2 കയ്യിലും ഓരോ ക്യാൻഡിലിട്ട സ്ഥലത്തൊരു പാച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ആരെ കാണിക്കാനാണ്? ക്യാൻഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പം അത് സാധാരണക്കാർക്ക് അത് അവിടെ ഒട്ടിച്ച് വയ്ക്കും. 5-10 മിനിറ്റ് കഴിഞ്ഞാൽ ആ ബ്ലഡ് അവിടെ ക്ലോട്ടായി കഴിഞ്ഞാൽ എടുത്ത് കളയാൻ പറയും. മാഡം അത് ഒട്ടിച്ച് വെച്ച് തന്നെ അവിടെ വന്നിരിക്കുന്നത്. കാണാം നാടകമേ ഉലകം. അതായത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരതിന് വരുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത്. രാവിലെ മുതൽ ഇപ്പൊ തലശ്ശേരിയിൽ നിന്ന് ഞാൻ രാവിലെ മട്ടന്നൂരിലേക്ക് പോകുമ്പോൾ തന്നെ കരിങ്കൊടി പ്രയോഗമുണ്ട്. അത് റോഡ് സൈഡിൽ നിന്ന് അവർ കാണിക്കട്ടെ, അത് അവരുടെ ജനാധിപത്യത്തിൽ അവരുടെ എന്താണ് അവരുടെ റൈറ്റ് ആണ്, അത് അവർക്ക് കാണിക്കാമല്ലോ. അപ്പോൾ അതിനുശേഷം ഇരിക്കൂർ കഴിയുമ്പോഴേക്കും വീണ്ടും അവിടെ ഇതേപോലെ തന്നെ ഒരു ഘട്ടത്തിൽ നിന്നപ്പോൾ ഗ്ലാസ്സിൽ വന്ന് അടിച്ചിട്ട്, ഞാൻ ഇരിക്കുന്നതിൻ്റെ അപ്പുറത്തെ ഗ്ലാസ്സിൽ തന്നെ വന്ന് അടിച്ചിട്ടാണ് പോലീസിന്റെ കൈകളിലൂടെ മുന്നോട്ട് വന്ന് അവിടെ അങ്ങനെ പ്രതിഷേധിച്ചു. അതിനുശേഷം പിന്നെ ഈ KSU പ്രവർത്തകർ ചില്ലറക്കാരല്ലേ? ഇവന്മാർ ഒരു തരം സൂപ്പർ ഹീറോസ് ആണോ? എല്ലാം മിന്നൽ മുരളി സെറ്റപ്പാണ് തോന്നുന്നു. 100-110 സ്പീഡിൽ പോകുന്ന മന്ത്രിയുടെ കാറിൻ്റെ ചില്ലിൽ വന്ന് അടിച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ മിന്നൽ മുരളിയുടെ കുഞ്ഞമ്മയുടെ മകനായിട്ട് വരുവൻ. മനസ്സിലായി? ഈ KSU പ്രവർത്തകൻ ഇവൻ മിക്കവാറും ഇടിമിന്നൽ സോമുമായിരിക്കും. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ മന്ത്രിമാരുടെ വണ്ടീൻ്റെ സ്പീഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈവൻ ഒരു വളവിലാണെങ്കിലും ജംഗ്ഷനിലാണെങ്കിലും പോലും ഇവർ സ്ലോ ഡൗൺ ചെയ്യാറുണ്ടോ? ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ഒരു അവസ്ഥയിൽ ഈ കോൺവോയിൽ പെട്ടവർക്ക് അറിയാം. ഞാൻ ഇന്നലെ ഒരു കോൺവോയിൽ പെട്ടു തൃശ്ശൂർ. ഇത് ഫുള്ള് ബ്ലോക്ക് ചെയ്ത് വെക്കും. നമ്മൾ മന്ത്രിമാർ വരുന്ന എല്ലാ സ്ഥലങ്ങളിലും അത്യാവശ്യം അവരുടെ ആ ഒരു കോൺവോ പാസ് ചെയ്യുന്ന സമയത്ത്, അവരുടെ വണ്ടികൾ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ബ്ലോക്ക് ചെയ്ത് പോലീസുകാർ അവർക്ക് സുഖമായിട്ട് പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ മന്ത്രിക്ക് വന്ദേ ഭാരത് എടുക്കാൻ വേണ്ടി ഓടിപ്പോകേണ്ട ഒരു സമയം കൂടി ആകുമ്പോൾ നമ്മൾ പൊതുവേ കണ്ടിട്ടുള്ളത് എന്താ? ആൻഡ് ഈ ഒരു വിഷ്വലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പല സ്ഥലങ്ങളിലും കരിങ്കൊടി കാണിക്കാൻ ആളുകളുണ്ട് എന്നുള്ളത് മുൻകൂട്ടി അറിയുന്ന പോലീസ് ഇൻ്റലിജൻസ് അവരെ തടുത്ത് നിർത്താറാണ് പതിവ്. അതിനിടയിൽ ഒരുത്തം വന്നിട്ട് ഗ്ലാസ്സിന് അടിക്കണം എന്നുണ്ടെങ്കിലോ, ഭീകരനാണ് അവൻ, കുട്ടും ഭീകരൻ. അടുത്തേക്കാം. പിന്നീട് കണ്ണൂരിൽ എത്തിയപ്പോൾ, ടൗണിൽ എത്തിയപ്പോൾ, പുഴാതിയിലേതും കഴിഞ്ഞ് കണ്ണൂരിലെത്തിയപ്പോൾ നമ്മുടെ അവിടെ ഒരു ചെറിയൊരു ട്രാഫിക് ജാം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അവിടെ വന്നപ്പോൾ ഒരു 10-12 ആളുകൾ ഒന്നിച്ച് വന്നിട്ട് വണ്ടി നടുവാണ്. പോലീസ് സ്റ്റേഷന് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ വന്ന് വണ്ടി തടയുകയും അതോടൊപ്പം എൻ്റെ ഫ്ലാഗ് പോസ്റ്റ് ഓടിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. ശരി. ഇപ്പോൾ പുതിയൊരു സാധനം സ്ക്രിപ്റ്റിൽ കയറിയിരിക്കുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വണ്ടീൻ്റെ മുന്നിലുള്ള ഫ്ലാഗ് പോസ്റ്റ് മോഷ്ടിച്ചു കൊണ്ടുപോകാനോ ഓടിക്കാനോ ശ്രമിച്ചു. എന്നാൽ മന്ത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന ദൃശ്യങ്ങളിൽ ഈ ഫ്ലാഗ് പോസ്റ്റും വളരെ കൃത്യമായി നിൽക്കുന്നുണ്ട്, അതിലെ കൊടിയും വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. മോഷ്ടിക്കാൻ ശ്രമം എന്ന് പറയുമ്പോൾ അതിൽ തൊട്ടോ, അത് പൊട്ടിച്ചോ, അത് പിടിച്ച് വലിച്ചോ, എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം വരുമല്ലോ. അതിനൊന്നും മൂപ്പത്തിയാർക്ക് ഉത്തരവൊന്നുമില്ല. മോഷ്ടിക്കാൻ അല്ലെങ്കിൽ അത് മൊത്തത്തിൽ തകർക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. വണ്ടീൻ്റെ മുന്നിൽ ചാടി 10-12 പേർ. എന്തുവാടേ ഇവന്മാർ? മാർവൽസാ? അത് DC സൂപ്പർ ഹീറോസാണ് വണ്ടീൻ്റെ മുന്നിൽ ചാടി നിൽക്കാൻ? ഇതൊക്കെ പോണ സ്പീഡ് എത്രയെന്നാണ് വിചാരം? ചാൻ വേണ്ടി പോയി നിന്ന് കൊടുക്കുമന്മാർ. പോണ പൊട്ടന്മാരുണ്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷെ ഞാൻ പറയുന്നത് അവിടെ അങ്ങനെ ചാടിയതിന് ശേഷം വണ്ടീൻ്റെ മുന്നിലുള്ള ഫ്ലാഗ് പോസ്റ്റ് ഒരു പൊട്ടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ ലോജിക്ക് വേണ്ടേ ഇതിന്? ഞാൻ ആ വിഷ്വൽസ് മറ്റേ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ നോക്കിയതാണ് ഈ സൈഡിൽ വെച്ചിട്ടുള്ളത്. അതിനകത്ത് ആ ഫ്ലാഗ് പോസ്റ്റ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ നമ്മളവിടെ കാണുന്നത് കുറച്ച് ഒരു ഫോണിൽ 3-4 പേര് ഇത് എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു ലോക്കൽ ചാനലാണെന്ന് തോന്നുന്നു, ഒരു ചാനലും അവിടെ ഒരു ക്യാമറയും കാണുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നുണ്ട്, ഇവിടെ ഇതുണ്ടല്ലോ, അപ്പോൾ ഇവിടെ എവിടെയോ പ്രതിഷേധക്കാരുണ്ട്, പ്രൊട്ടസ്റ്റ് ഉണ്ടല്ലോ എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു വെയിറ്റ് ചെയ്യണം എന്തായാലും, നമുക്കൊന്ന്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കയറി ആദ്യത്തെ പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ കൊടുക്കുന്ന ഇടം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ആണ് ഒളിഞ്ഞിരുന്നിട്ടാണ് ഇവർ മുന്നിലേക്ക് ചാടി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇരയൊക്കെ കാണുമ്പോൾ ഒരു
പുലി പതുങ്ങിയിരുന്നിട്ട് ആക്രമണം നടത്തുന്നത് പോലെയാണ്. പിന്നീട് ഞാൻ ഇന്നലെ അതിന്റെ ഇത് കണ്ടു. അതായത് എത്തി നോക്കുന്നു, വരുന്നുണ്ടോ എന്ന് നോക്കുന്നു, അതിനുശേഷം അതുപോലെയാണ് ചാടി വീഴുന്നത്. KSU പ്രവർത്തകർ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിക്കെതിരെ ഗറില്ല ഒളിപ്പൊരി നടത്തിയിരിക്കുകയാണ്. ആലോചിച്ച് നോക്ക്, മന്ത്രി വരുമ്പോൾ ഒളിഞ്ഞിരുന്ന് നോക്കി ചാടി പുലി വീണ പോലെ ചാടി വീണെന്നാണ് പറയുന്നത്. അപ്പോൾ KSU പ്രവർത്തകർ പുലികളാണെന്നാണോ മാഡം നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ SFIക്കാർ തെറ്റിപ്പോണ്ടാവും മാഡത്തിനോട്. ഇവർ പറയുന്നതിൻ്റെ ഒരു അർത്ഥം എനിക്ക് മനസ്സിലാവത്തില്ല. കരിങ്കൊടി കാണിക്കാൻ വരുന്നവന്മാർ പോലീസുകാരെടുത്ത് പോയിട്ട് പറയാണ്, സാറേ ഞങ്ങൾ കരിങ്കൊടി കാണിക്കാൻ വന്നതാണ്, ഞങ്ങളൊരു സൈഡിൽ നിന്നിട്ട് ഈ കരിങ്കൊടി വീശിക്കോട്ടെ എന്ന് പറഞ്ഞാൽ പോലീസുകാർ സമ്മതിക്കുമോ? തൂക്കിയെടുത്ത് കൊണ്ടുപോകില്ലേ? അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്യും? കരിങ്കൊടി പുറത്തെടുക്കാതെ അവിടെ ഇവിടെ ഒളിച്ചിരുന്ന് ചാടി വീണ് കരിങ്കൊടി കാണിക്കും. നിങ്ങളെ പാർട്ടിക്കാർ കാണിക്കാറില്ലേ? അത് നിങ്ങളെ പാർട്ടിക്കാർ വളരെ മാന്യന്മാരാണോ? കരിങ്കൊടി നല്ല ഇസ്തിരി ഇട്ട് കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഒരു ഫ്ലാഗിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടിത്തൂക്കി ഇങ്ങനെ വീശി ടാറ്റ കൊടുക്കണം, അതിൽ കാണിച്ചിട്ട് പോകാറാണോ നിങ്ങളെ പാർട്ടിക്കാർ ചെയ്യാറ്? കരിങ്കൊടി കാണിക്കാൻ വരുന്നവരെ പോലീസുകാർ പിടിച്ച് അടിക്കാൻ നിൽക്കുകയാണ്. അന്നേ ദിവസം നിങ്ങൾക്ക് കരിങ്കൊടി കാണിച്ച ഒരാൾ അടിയും കിട്ടിയാത്ത നിങ്ങളുടെ പാർട്ടിക്കാരുടെ മറ്റേ പരിപാടി ഏത് രക്ഷാപ്രവർത്തനം കാരണം മനസ്സിലായോ? നിങ്ങൾ ഹോസ്പിറ്റലിലായ ദിവസം ഇയാൾ ഹോസ്പിറ്റലിനകത്ത് വേറൊരാൾ കിടക്കുന്നുണ്ട്, കരിങ്കൊടി കാണിക്കാൻ വന്ന ആൾ. അതേ ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ അവസ്ഥയിൽ നിങ്ങളെ പാർട്ടിക്കാരെ അടിച്ചു ഒതുക്കുകയാണ് കരിങ്കൊടി കാണിക്കാൻ വരുന്നവരെ. അപ്പോൾ പിന്നെ കരിങ്കൊടി കാണിക്കാൻ വരുന്നവർ ഒളിച്ചിരുന്ന് പാത്തിരുന്ന് സമയം നോക്കിയിട്ട് ഇത് പൊക്കിപ്പിടിച്ച് കാണിച്ചിട്ട് പോവും. ഞാൻ നിങ്ങളുടെ മറ്റേ ഇതെടുക്കണ അപ്പോയിൻമെൻ്റ് എടുക്കണ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന മന്ത്രിയുടെ ഒരു നിവേദനം സമർപ്പിച്ച് അതിന്നൊരു ഡേറ്റും സമയവും വാങ്ങി ഇതൊരു ഇന്ന സ്ഥലത്ത് വന്ന് എന്നിട്ട് ക്യാമറ അവിടെ സെറ്റാക്കിയിട്ട് ആരോഗ്യമന്ത്രി പോകുമ്പോൾ ഹൈ 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 എന്ന് പറഞ്ഞ് വീശി കാണിച്ചിട്ട് പോകണം. എന്താ ഇവർ പറയണേ? ചാടി വീഴുമ്പോൾ വാസ്തവത്തിൽ ഈ പോലീസിന്റെ വലയത്തിനുള്ളിലേക്ക് ഒരാൾ കടന്നു വരുന്നുണ്ട്. നമുക്കത് വന്ന് അടുത്ത് വന്നിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. എൻ്റെ അടുത്തൊരു വനിതാ പോലീസും. അപ്പൊ ആദ്യം ഒരാൾ വന്നു കരിങ്കൊടിയുമായിട്ട്. ആ കരിങ്കൊടിയുമായിട്ട് വന്ന ആളിലേക്ക് പോലീസിന്റെ ശ്രദ്ധ സ്വാഭാവികമായിട്ട് പോയി. കാരണം കരിങ്കൊടിയുമായിട്ട് വന്നാണല്ലോ. അപ്പൊ ഇവർക്ക് കരിങ്കൊടി കാണിക്കാനാണെങ്കിൽ അവിടെ നിന്ന് കാണിക്കാമല്ലോ. ഇതങ്ങനെയല്ലല്ലോ, ഇതൊരു കുതിച്ചെത്തുകയാണ്. അപ്പൊ അതില് നമ്മൾ കാണേണ്ടത് ഒരു ജനപ്രതിനിധി അതായത് MLA മന്ത്രി ഒരു സ്ത്രീയും കൂടെയാണല്ലോ. പക്ഷെ ഇവര് നേരെ ഈ ഇതിലേക്ക് കുതിച്ച് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഇന്റൻഷൻ വളരെ ക്ലിയർ ആണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് അപ്പൊ ഈ പോലീസിന്റെ ശ്രദ്ധ ഈ ആദ്യത്തെ ആളിലേക്ക് പോയി. അപ്പൊ രണ്ടാമത്തെ ആള് ഇതിനുള്ളിലൂടെ ഈ സുരക്ഷാ വലയത്തിനുള്ളിലൂടെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്, എൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അതിന്റെ വിഷ്വൽസ് ഉണ്ട്. അപ്പൊ നമ്മൾ കാണുന്നത് ഇതൊക്കെ ഇവർ കൊണ്ടുവന്നിട്ടുള്ള ക്യാമറകളാണല്ലോ, അല്ല ഇവർക്ക് വേണ്ടി എടുക്കാൻ വന്നിട്ടുള്ള ഫോണുകളും ക്യാമറകളും ഒക്കെ ആണല്ലോ അവിടെ നിന്ന ആളുകൾ, അതായത് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നവർ. അപ്പൊ അവരുടെ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. എന്നിരുന്നാലും അതിലും ഇത് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ആൾ അകത്തേക്ക് വന്ന് എൻ്റെയും ആ വനിതാ പോലീസുകാരുടെയും അടുത്തേക്ക്, വനിതാ പോലീസ് ഓഫീസറുടെ അടുത്തേക്ക് വരുന്നത് നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. ആരാണവൻ? അവനെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ പോലീസുകാരുടെയും കണ്ണ് വെട്ടിച്ച് അത്രയും ആൾക്കൂട്ടത്തിനിടയിൽ ഈ പറഞ്ഞ മന്ത്രിയെ ഈ വലയത്തിനകത്ത് കയറി താടിക്ക് തോണ്ടിയിട്ട് പോകുന്ന ആ KSU പ്രവർത്തകൻ അവനാരാ? അങ്ങനെ ഒരുത്തനുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ, ഇപ്പോൾ യുദ്ധം നടക്കുന്നുണ്ട്, കയറ്റിവിട് അവനെ. ഇറാനിക്കോ ഇറാഖിക്കോ ഇസ്രായേലിക്കോ അമേരിക്കയ്ക്കോ കയറ്റിവിട്. എടീ ഇവൻ വഞ്ഞ ഒളിപ്പോരാളി, നുഴഞ്ഞുകയറ്റക്കാരൻ. വേണം ഇന്ത്യയിൽ ഉപയോഗിച്ചൂടെ, ഇന്ത്യൻ ഇൻ്റലിജൻസിന് ഉപയോഗിച്ചൂടെ അവനെ. ആലോചിച്ച് നോക്ക് നിങ്ങൾ, ഇത്രയും പോലീസുകാരുടെ ഇടയിൽ ഈ നുഴഞ്ഞു കയറി താടിക്ക് തട്ടി പോരണം എന്നുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രീൻ്റെ എൻ്റെ ആളി ആ KSUവിന് ആരുടെ ട്രെയിനിങ് കൊടുക്കുന്നത് ഇതൊക്കെ ചെയ്യാൻ? മാർഷൽ ആർട്സിൻ്റെ ട്രെയിനിങ്ങിന് പോകണ്ട KSUക്കാർ. ഭീകര നുഴഞ്ഞുകയറ്റക്കാരാണല്ലോ. ദുരന്തർ സിനിമയുടെ അടുത്തൊരു ഭാഗം എടുക്കാം, KSUക്കാരെയും വെച്ചിട്ട് വൻ സ്പൈകളാണ് നുഴഞ്ഞു കയറാൻ വേണ്ടിയിട്ട്. എൻ്റെ പൊന്നു വേണം, ഒരു മനുഷ്യൻ പോലും അതിനകത്ത് അങ്ങനെ ഒരാളുള്ളതായിട്ട് കണ്ടിട്ടില്ല. നിങ്ങൾക്ക് വല്ല ഡെലൂലു അടിച്ചതായിരിക്കും അങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത്. അതിനെ സാധ്യതയുള്ളൂ. അവർ കൊണ്ടുവന്ന ക്യാമറ നിങ്ങൾ വീട്. അവിടെ ഇന്ത്യൻ റെയിൽവേൻ്റെ ക്യാമറ സിസ്റ്റം പോലെ ഉണ്ടായിരുന്നില്ലേ? നിങ്ങളെ പോലീസ് അന്വേഷിച്ചിട്ട് വല്ല തുമ്പും കിട്ടി അങ്ങനെ ഏതെങ്കിലും ഒരാളുണ്ട് എന്നുള്ളത് അവർ പറഞ്ഞാൽ പിന്നെ ആരെക്കുറിച്ചാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മളാരും കാണാതെ ഞാനേ കണ്ടുള്ളൂ ബാലാമണി കളിക്കുക നിങ്ങൾ. കഴുത്തിൽ കെട്ടും കെട്ടി വന്നിട്ട് ഓൾറെഡി ഒരു നാടകം കളിച്ച് പൊളിഞ്ഞ്.
നാട്ടുകാർ പിടിച്ച് എയറിലാക്കി. രണ്ടാമതും കഴുത്തിൽ ഈ സാധനം വന്നിരുന്നിട്ട് ഇനി പെടലിന്ന് വിളി കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? ഈ സ്ക്രിപ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണോ മാഡം രാവിലെ പുലർച്ചെ ഡിസ്ചാർജും മേടിച്ച് പോയത്? അതാണ് ഈ പൊളിഞ്ഞ് വീണ്ടും ഐറ്റം മൊത്തം. അപ്പോ അടുത്തേക്ക് വന്നിട്ട് അയാളാണ് അവിടെ ഒരു പിടിവലി ഉണ്ടാകുന്നുണ്ട്. വനിതാ പോലീസ് ഓഫീസറുണ്ട്, വനിതാ പോലീസ് ഓഫീസറും ഉണ്ട്, ഞാനും ഉണ്ട്. ഇയാളുടെ അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. എന്റെ ദേഹം നൊന്തിട്ടുണ്ട്. അല്ല, അത് ഇപ്പോ ദേഹം വേദനിച്ചിട്ടുണ്ട്. അവിടെ ഒരു കയോട്ടിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായി. അത് ആ വിഷ്വലിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഈ പിടിവലിക്കിടെ പോലീസുകാരുടെയോ ഉദ്യോഗസ്ഥരുടെയോ മറ്റോ കൈ തട്ടിയതോ അങ്ങനെയാണെങ്കിലും അല്ല, ഇതില് ഈ ആള് വന്നിട്ട്, അതായത് ഇവർക്ക് പ്രതിഷേധിക്കാനാണെങ്കിൽ അവർക്ക് ദൂരെ നിന്നും പ്രതിഷേധിക്കാനോ. ഇപ്പോ ആദ്യത്തെ ആള് വന്ന് നിന്നിടത്ത് തന്നെ നിന്ന് ഈ രണ്ടാമത്തെ ആൾക്ക് പ്രതിഷേധിക്കാമല്ലോ. പക്ഷെ അങ്ങനെയല്ലല്ലോ. രണ്ടാമത്തെ ആളുടെ കരിങ്കൊടി ഞാൻ കണ്ടില്ല അകത്തേക്ക് വരുന്ന ആളുടെ. അത് മാത്രമല്ല, ഇയാൾ അകത്തേക്ക് വന്നിട്ട് എന്റെയും ആ വനിതാ പോലീസ് ഓഫീസറിന്റെ അടുത്തേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ വെച്ചാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്റെ ദേഹം വേദനിച്ചു. ദേഹം വേദനിച്ചിട്ടുള്ള എന്റെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് ഞാൻ ചോദിക്കുന്നത്. അതിൽ എഡിറ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് ജീവിക്കണ്ടേ, എനിക്കിതുവഴി നടക്കണ്ടേ. ഞാൻ വണ്ടിയെ പോകുമ്പോ ശരി കരിങ്കൊടി കാണിക്കുന്നു, പക്ഷെ ഞാനൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോ ഞാൻ അതുവഴി നടക്കുമ്പോ എന്റെ തൊട്ട് മുന്നിൽ എന്റെ അടുത്തേക്ക് ഇവർ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ഓടി വരികയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ്. അതായത് എനിക്ക് ജീവിക്കണ്ടേ, എനിക്കിതുവഴി നടക്കണ്ടേ, ഞാൻ ആരെ പേടിച്ച് എവിടെ ഓടാനാണ്, ഞാൻ എവിടെയൊക്കെ പോകാനാണ്, എന്നെ അവർ ചെയ്യുന്നത് ചെയ്യട്ടെ, ഇത് ഇന്നോടുകൂടി അവർക്ക് തീർക്കണമെങ്കിൽ തീർക്കട്ടെ. മാഡത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെയും പഠിച്ചിട്ടാണ് ഇപ്പോൾ നാട്ടുകാർ നടക്കുന്നത്. അപ്പോൾ മക്കളെ, പുതിയ ക്യാപ്സ്യൂൾ ഇറങ്ങിയിരിക്കുകയാണ്, എനിക്ക് ജീവിക്കണ്ടേ. ഇങ്ങനെ ഒരുത്തൻ കരിങ്കൊടി ഇല്ലാതെ അത്രയും പോലീസുകാരുടെ ഇടയിൽ കയറി നമ്മൾ കണ്ടിട്ടില്ല. ഒരു പോലീസ് ലേഡി ഓഫീസർ അവിടെ ഉണ്ടായിരുന്നു. അവർ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ട് മാഡം നിങ്ങൾ നിന്നിട്ടില്ല. അവിടെ കരിങ്കൊടിയും കൊണ്ടുവന്ന ഒരുത്തനെ പോലീസുകാർ തൂക്കിയെടുത്ത് കൊണ്ടുപോയി. ഓനെ എയറിലാക്കി അങ്ങനെ കൊണ്ടുപോയിരുന്നു. ഒപ്പം നിന്ന ഗൺമാൻ്റെ കൈ വന്നിട്ട് എങ്ങാണ്ട് താടിക്കിടിച്ചതാണ്. അതിൻ്റെ വിഷ്വൽ നിങ്ങൾ തന്നെ ഇട്ടിട്ട് നിങ്ങൾ എയറിപ്പോയി നിങ്ങളെ പാർട്ടിക്കാർ. പിന്നെയും വന്നിരുന്നു ഒരു ഉളുപ്പും നാണവും മാനവും ഇല്ലാതെ മെഴുകിക്കൊണ്ടിരിക്കുകയാണോ? ഇങ്ങനത്തെ ക്യാപ്സ്യൂളുകൾ പടച്ചു വിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ പഴയ പോലെയല്ല സോഷ്യൽ മീഡിയ ഈസ് വെരി ആക്റ്റീവ് എന്നുള്ളത്. അങ്ങനെ ഒരുത്തൻ അകത്ത് കയറി എൻ്റെ പൊന്നെ, ഇതിൽ സ്ത്രീ കാർഡ് ഇറക്കുന്നുണ്ട്, എനിക്ക് ജീവിക്കേണ്ട കാർഡ് ഇറക്കുന്നുണ്ട്. ഭാഗ്യയുടെ മക്കളെ നിങ്ങൾക്ക് മറ്റേ വധശ്രമത്തിന് കേസേ എടുത്തിട്ടുള്ളൂ. ഇതൊന്നും കൂടി സ്ക്രിപ്റ്റ് സ്ട്രോങ് ആവുകയാണെന്നുണ്ടെങ്കിൽ പീഡന ശ്രമത്തിന് കേസ് വന്നിരുന്നു നിങ്ങൾക്ക്. കഴിച്ചിലായത് ഞങ്ങൾ. റെയിൽവേ സ്റ്റേഷനാണ്, അവിടെ CCTV ഉണ്ട്. ഒരു ദൃശ്യങ്ങളിൽ നിന്നും KSUക്കാർ മന്ത്രിയെ ആക്രമിക്കുന്നതായ ഒരു ദൃശ്യമില്ല. മാത്രമല്ല RPF ഈ ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം അവർക്ക് KSU പ്രവർത്തകർ മന്ത്രിയെ ഫിസിക്കലി അസോൾട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു തെളിവോ അല്ലെങ്കിൽ അതിന്റെ ഒരു സൂചനയോ കിട്ടിയിട്ടില്ല. അപ്പൊ ഈ ഒരു സംഭവത്തെ വല്ലാതെ ഓവർപ്ലേ ചെയ്തു എന്നൊരു സംശയം അങ്ങനെയാണ് സമൂഹത്തിലുണ്ടാവും. ഞാൻ KSUന്റെ അടുത്തേക്ക് പോയതാണോ? അതല്ല, ഞാൻ ഒരു ആക്രമണത്തിന് ഏതെങ്കിലും ഒരാളിന്റെ അടുത്തേക്ക് പോയതാണോ? അല്ലല്ലോ. ഞാൻ വളരെ സമാധാനപരമായി, ഇനി ഇവരിവിടെ ഉണ്ടെങ്കിൽ പോലും എനിക്കറിയാം ഈ ക്യാമറയും ഇതൊക്കെ ഇവിടെ ഉള്ളപ്പോൾ ഉറപ്പായിട്ട് ഇവരിവിടെ എവിടെയെങ്കിലും കാണും. ഞാൻ ചിരിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഞാൻ അങ്ങോട്ട് പോയതാണ്. ഇത് വളരെ ക്ലിയർ ഇന്റൻഷനോട് കൂടി എന്നെ ഉപദ്രവിക്കണം എന്നുള്ള ഇന്റൻഷനോടും ആക്രമിക്കണം എന്നുള്ള ഇന്റൻഷനോട് കൂടിയാണ് വന്നത്. അഭിലാഷ്, അതിലൊരു കാര്യം, നമ്മളിപ്പോൾ പുറത്തു നിന്ന് കരിങ്കൊടി കാണിക്കുന്നു, അല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ കാറിന്റെ മുന്നിൽ നിന്ന് കരിങ്കൊടി കാണിക്കുന്നു ആവട്ടെ, അല്ലെങ്കിൽ ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ നിന്ന് കരിങ്കൊടി കാണിക്കുന്നു. പക്ഷെ അതൊന്നും അല്ലല്ലോ സംഭവിച്ചത്. അത് പതുങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത്. പതുങ്ങിയിരുന്നിട്ട് ചാടി വീഴുവാണ് ചെയ്യുന്നത്. നമ്മളെ വിഷ്വൽസ് വളരെ ക്ലിയർ അല്ലേ. ഞാനൊരു ജനപ്രതിനിധിയാണ്, അല്ല ഒരു വ്യക്തിയാണ്, ആരും ആക്കിയിട്ട് വ്യക്തിയാണ്, ഒരു സ്ത്രീയുമാണ്. അവരുടെ കൂടെ ഒരു പെൺകുട്ടികളുണ്ടായിരുന്നോ, സ്ത്രീകളുണ്ടായിരുന്നോ? നമ്മൾ സമരത്തിലെല്ലാം കാണുന്നതല്ലേ, ജനാധിപത്യപരമായ സമരങ്ങളിലൊക്കെ കാണുന്നതല്ലേ. ഒരു സ്ത്രീക്കെതിരെ സമരം നടത്തുമ്പോൾ പെൺകുട്ടികളോ വനിതകളോ ഒക്കെ ഉണ്ടാവില്ലേ? ഇതങ്ങനെ ഒന്നും അല്ലാതെ ഒരു ആൺകൂട്ടം ആക്രമിക്കുകയാണ്. ഒരു ആൺകൂട്ടം ആക്രമിക്കാന്ന് മാത്രമല്ല, അവിടെ നിന്നിട്ട് മുദ്രാവാക്യം വിളിക്കുകയോ അല്ല ചെയ്യുന്നതിന് പകരം ഓടി സുരക്ഷാ വലയത്തിനുള്ളിലേക്ക് കയറുകയാണ്. എങ്ങനെ ഇരിക്കുന്നു? ഇപ്പോൾ ഒരു ആൺകൂട്ടം ആക്രമിച്ചു,
എന്താണെങ്കിലും കരിങ്കൊടി കാണിക്കാൻ വരില്ലേ, ഞാനൊരു സ്ത്രീയല്ലേ, 4 സ്ത്രീകളെ വിളിച്ച് കൊണ്ടുവന്നുകൂടായിരുന്നു. എടോ, ഏത് പാർട്ടിയോട് അങ്ങനെ ചെയ്തിട്ടുള്ളത്? ഈ കണ്ട കാലം അത്രയും ഒരു വനിതാ നേതാവിനെ കരിങ്കൊടി കാണിക്കാൻ ചിലപ്പോൾ വനിതാ പ്രവർത്തകർ അവരുടെ കൂട്ടായ്മ പോവാറുണ്ട്. ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സംഘടനാപരമായിട്ടൊരു സംഘടനയിൽപ്പെട്ട ആളുകൾ, ഇപ്പോൾ നിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി, അല്ലെങ്കിൽ നിങ്ങളൊരു ആരോഗ്യവകുപ്പ് മന്ത്രി, അല്ലെങ്കിൽ നിങ്ങളൊരു ഗതാഗത മന്ത്രി, നിങ്ങൾ എന്തോ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മന്ത്രിയെന്ന് ചോദിച്ചാൽ ആ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് സഫർ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ വരുമ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഭരിക്കുന്ന മന്ത്രി ആണാ പെണ്ണാ നോക്കിയിട്ട് വേണോ ഒരു കൂട്ടമായിട്ട് പോകാൻ? ആണിൻ്റെ ഒരു കൂട്ടം, പെണ്ണിൻ്റെ ഒരു കൂട്ടം എന്ന് പറഞ്ഞിട്ട് കരിങ്കൊടിയും കൊണ്ടുപോകാൻ? ഇവരെന്തീ പറയണേ? അതായത് ഇവർക്ക് ഇത്രയേ ഉള്ളൂ. ഒന്ന്, ഞാനൊരു സ്ത്രീയാണെന്നുള്ള കാർഡ്, എനിക്കും ജീവിക്കണ്ടേ എന്നുള്ള കാർഡ്, പിന്നെ ആരും കാണാത്ത, നമ്മളാരും ആ വിഷ്വൽസ് ഏത് രീതി, ഇനി അത് നാസയ്ക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം, അവന്മാരിരുന്ന് ടെസ്റ്റ് ചെയ്യട്ടെ, ഇല്ലെങ്കിൽ വല്ല ഇസ്രായേൽ ഇൻ്റലിജൻസിനോ മൊസാദിനോ അല്ലെങ്കിൽ വല്ല CIA-ക്കോ അമേരിക്കൻ ഇൻ്റലിജൻസിനോ ഒക്കെ അയച്ചു കൊടുക്കാം, ഇരുന്ന് തപ്പട്ടെ. ഇനി അതൊന്നും വേണ്ട, നമ്മളെ ഇവിടുത്തെ റോ ഇൻ്റലിജൻസിന് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ NIA-ക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ കൂട്ടത്തിൽ ഒരുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഓനെ കണ്ടുപിടിക്കണ്ടേ? ഒരു സ്റ്റേറ്റിൻ്റെ ആരോഗ്യമന്ത്രിയുടെ താടിക്ക് തൊട്ട് പോകാനെ കണ്ടുപിടിക്കണ്ടേ? അതിന് പറ്റിയില്ലെങ്കിൽ ഈ സിസ്റ്റം അല്ലേ ഇവിടെ ഫെയിലാവുന്നത്? ഡെയിലൂലും അടിച്ച് വന്നിരുന്നു 30 ക്യൂ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ പൊന്നോ, സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഷർട്ട് ഉയർത്തി വീശുവോ? എങ്ങനെ ഈ ഉയർത്തി വീശുക? അന്നേരം ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥ ഷർട്ട് ഊരിയിട്ട് ഉയർത്തി വീശുവാണോ ചെയ്യുന്നത്? എനിക്കത് മനസ്സിലാകില്ല ആ വ്യാഖ്യാനം എന്താണെന്നുള്ളത്. അപ്പൊ അത് എങ്ങനെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഷർട്ട് തലയ്ക്ക് മീതെ ഉയർന്നു പൊങ്ങുക? എങ്ങനെയാണ് പൊങ്ങുക? അപ്പോൾ ആ സമയത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരായാലും ഷർട്ട് ഊരിയിട്ടാണോ ഇത് മുകളിൽ ചെയ്യുന്നത്? അങ്ങനെയാണ് എന്തിനാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഷർട്ട് ഊരുന്നത്? അപ്പൊ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അറ്റാക്കാണ്, ഒരു ക്ലിയർ അറ്റാക്കാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അത് ഇപ്പോൾ അവർക്ക് പല രീതിയിൽ, ഇപ്പോൾ അന്ന് പകല് മുഴുവൻ സമരം ചെയ്തില്ലേ? എൻ്റെ പകല് മുഴുവൻ എൻ്റെ എങ്ങനെ ഇരിക്കുന്നു? സുരക്ഷാ ഉദ്യോഗസ്ഥൻ്റെ കൈയല്ലേ മാഡം കൊണ്ടത് എന്നുള്ള അഭിലാഷിൻ്റെ ചോദ്യത്തിന് 37 കൊടുത്ത റിപ്ലൈ. അവിടെ ഷർട്ട് ഉരിയൊന്നും അഭിലാഷ് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ പാർട്ടി പേജുകളിൽ വന്ന വിഷ്വലാണ്. നിങ്ങളുടെ ഗൺമാൻ ക്രോസ് ആയിട്ട് ബെൽറ്റ് തൂക്കി, നിങ്ങളുടെ തന്നെ ബാഗ് ഇങ്ങനെ തൂക്കി, കറുത്ത ഷർട്ടിൽ ആ ബാഗിൻ്റെ വള്ളി അടക്കം കാണുന്നുണ്ടായിരുന്നു. ഷർട്ട് ഊരേണ്ട ആവശ്യമൊന്നുമില്ല മാഡം. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി ഓഫീസിൽ നിന്ന് കിട്ടുന്ന ക്യാപ്സ്യൂളുകൾ മന്ത്രി വന്ന് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പബ്ലിക്കായിട്ട് നുണ വിളമ്പുമ്പോൾ ഇത് ജനങ്ങൾക്ക് മുന്നിൽ ഇത് തുറന്ന് പൊട്ടിച്ചു വിടണം. ഇനി ഇങ്ങനെ നുണ പറയുന്ന മന്ത്രിമാർ വേണ്ട. സെൽഫ് PR ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഇമോഷണൽ ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് ഇതല്ല മാഡം ചെയ്യണ്ടേ. മന്ത്രിയായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത ഓരോ പ്രവർത്തികളും മനുഷ്യന്മാർക്ക് ഉപകാരപ്രദമായ രീതിയിൽ എത്തിയെന്നുണ്ടെങ്കിൽ അക്കമിട്ട് നിരത്തി നാട്ടുകാരനെന്ത് ചെയ്യും? നിങ്ങൾ ആഘോഷിക്കും. ഇത് ഡ്രാമയും കളിച്ച് അത് പൊളിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിലൊരു സ്ക്രിപ്റ്റായിട്ട് വന്നിരിക്കുക, അതും പൊളിഞ്ഞു. അല്ല, ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ, അതായത് ഈ കഴിഞ്ഞ ഉടനെ മന്ത്രി വളരെ സ്വാഭാവികമായി സംസാരിക്കുന്നത് പോലെയും സ്വാഭാവികമായി ഇടപെടുന്നത് പോലെയാണ് ദൃശ്യങ്ങൾ. ചില കാര്യങ്ങൾ അവർ എഡിറ്റ് ചെയ്ത് ഇടുന്നുണ്ടാകാം, അതൊന്നും അതല്ല. ഞാൻ സംഭവിച്ചത് ഇതാണ്. അപ്പൊ നടന്ന് നീങ്ങുമ്പോഴാണ്, അപ്പൊ ഞാൻ തിരിച്ച് അപ്പോഴും മീഡിയ എന്റെ പുറകെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ അവരോട് തിരിഞ്ഞ് ചോദിക്കുന്നത് എന്താണെന്നറിയോ? അത് അവർ കാണിക്കുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്നെ നിങ്ങൾക്ക് വെറുതെ വിട്ടൂടെ? എന്നെ അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ അത് കേൾക്കുന്നുണ്ട്. എന്നെ നിങ്ങൾക്ക് വെറുതെ വിട്ടൂടെ? എന്നെ എന്തിനാണ് ഇങ്ങനെ പിന്തുടരുന്നത്? ഞങ്ങൾ കുണ്ടകളല്ല, അനാഥരാണ്, കുണ്ടകളല്ല. അതുപോലെയാണ് ഇപ്പോൾ ഇത്. എന്നെ നിങ്ങൾക്ക് വെറുതെ വിട്ടൂടെ? എന്നെ നിങ്ങൾക്ക് വെറുതെ വിട്ടൂടെ? പൊന്നു മാഡം, വരുന്ന മീഡിയക്കാരോട് ആണോ അത് ചോദിക്കേണ്ടത്? ഞാൻ മാഡത്തിനോട് ഈ ഒരു ചോദ്യം തന്നെ അഭിലാഷ് ചോദിക്കാൻ കാരണം, ഈ പിടിവലി പ്രശ്നങ്ങളും ഈ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ അടുത്തൊരു പ്ലാറ്റ്ഫോമിലേക്ക്, മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അങ്ങാണ്ട് എസ്കലേറ്റർ കയറി എത്തിയ സമയത്ത് അവിടെ നിന്ന് നിങ്ങൾ ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നതിൻ്റെയും വർത്തമാനം പറയുന്നതിൻ്റെയും വിഷ്വൽസ് എഗെയിൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പരിക്കില്ല എന്നുള്ളൊരു ചോദ്യമാണ്. മനസ്സിലായോ? അപ്പോൾ വീണ്ടും അല്ല, എനിക്ക് പഠിപ്പിച്ച് തന്ന സ്ക്രിപ്റ്റിനകത്ത് എനിക്ക് ജീവിക്കണ്ടേ, എനിക്ക് ഒറ്റയ്ക്ക് നടക്കണ്ടേ, ഈ സ്ക്രിപ്റ്റ് റിപ്പീറ്റ് ചെയ്യാനാണോ? എന്താ മറ്റേ അനിയൻ ബാവ ചേട്ടൻ ബാവ സിനിമയിലെ ടേപ്പ് റെക്കോർഡർ പോലെ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് ലൂപ്പ് പോലെ പാടിക്കൊണ്ടിരിക്കാൻ? റെക്കോർഡിങ് കറക്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് കറക്റ്റ് കാര്യങ്ങൾ. മറ്റേ വർക്ക് ചെയ്യില്ല എന്നായിരുന്നു, ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ പറഞ്ഞത് തന്നെ തുപ്പിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ കേട്ടു പരിയാരത്ത് ICU എന്തിനാണ് ആക്കിയത്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. പരിയാരത്തെ ICU എന്ന് പറഞ്ഞാൽ ആ ICU
ഇപ്പൊ പുതുതായിട്ട് നമ്മൾ സജ്ജമാക്കിയതാണ്. ഞാൻ ചെല്ലുന്ന ദിവസം അവിടെ അത് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി സജ്ജാക്കിയത്. ആ ICUവിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. കാരണം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങാൻ പോവാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ. പരിയാരം മെഡിക്കൽ കോളേജിൽ അന്ന് അതിന്റെ ലൈസൻസ് കിട്ടിയതേ ഉള്ളൂ കേസ് ഓട്ടോയുടെ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ICU ആണ് പരിയാരത്തെ ICU. പിന്നെ സ്വാഭാവികമായിട്ടും ഇത്രയും അധികം പോലീസിനും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെയും പിന്നെ പോലീസിനും ഒരു സുരക്ഷയുടെ ഭാഗമായിട്ടുണ്ടല്ലോ. കാരണം പോലീസിന്റെ സുരക്ഷാ വലയത്തിനുള്ളിൽ വെച്ചല്ലേ ഇവര് വന്ന് ഇത് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഈ തുടർച്ചയായ ദിവസങ്ങളിൽ എനിക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളുടെ ഒരു 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 കാഠിന്യം, അത് ഏതൊക്കെ തരത്തിലാണ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. അല്ല, അപ്പൊ ആരോഗ്യത്തിന്റെ ഗുരുതരാവസ്ഥയേക്കാൾ ഈ പ്രത്യേക സാഹചര്യം പരിഗണിച്ചാണ് ICUവിൽ. അല്ല, അതൊക്കെ ഡോക്ടർമാരാണല്ലോ പറയുക. അത് മാഡം തന്നെ ഇപ്പോൾ പറഞ്ഞ സ്ക്രിപ്റ്റിൽ പൊളിഞ്ഞു. അതായത് മാഡത്തിനെ അവിടെ ICUവിലേക്ക് പരിയാരത്ത് മാറ്റാൻ തന്നെ കാരണം മാഡത്തിൻ്റെ അവസ്ഥയല്ല, ശാരീരികമായിട്ടുള്ള അവസ്ഥയല്ല. അവിടെ പോലീസുകാർക്കും മീഡിയയ്ക്കും ബാക്കിയുള്ളവർക്കും വന്ന് നിൽക്കാനുള്ള സൗകര്യം വേണം. മനസ്സിലായി? ട്രാൻസ്പ്ലാന്റിന് വേണ്ടി സജ്ജീകരിച്ച ഒരു ICUവിലേക്ക്, അതായത് പുതിയൊരു ICUവിലേക്ക് ഇത്രയും അപ്പോൾ ഓപ്പൺ ആയിരിക്കും, ആരും ഉണ്ടാവില്ലല്ലോ അതിനകത്ത്. വിഷ്വൽസൊക്കെ എടുക്കാം, മീഡിയയ്ക്ക് വരാം, പോലീസിന് വരാം, പാർട്ടിക്കാർക്ക് വരാം, എല്ലാം ഒരു അതായത് പ്രിവിലേജ് കിട്ടിക്കോട്ടെ, വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷെ നാടകം കളിക്കാൻ പ്രിവിലേജ് കിട്ടണമെന്നുള്ളൊരു ചോദ്യം ബാക്കിയില്ലേ? ഇനി ഇതിനിടയിൽ കുറച്ച് നഴ്സുമാർ പോയിട്ട് അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്ത് അത് ഭയങ്കര സീനായിരുന്നു. അപ്പോൾ അതിൽ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള എന്തൊക്കെയോ ക്യാപ്സ്യൂളുകൾ ഇവിടെ 36 വെക്കുന്നുണ്ട്. അതൊക്കെ പ്രോട്ടോകോൾ ലംഘനമാണ്. ICU കിടക്കുന്ന ഒരു പേഷ്യൻറ്റിനെ, അതിനിപ്പോൾ ഹെൽത്ത് മിനിസ്റ്റർ ആണെങ്കിൽ പോലും ഒരു പേഷ്യൻറ്റിനെ പൊക്കി പിടിച്ച് ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ ഇടലാണല്ലോ പരിപാടി. എങ്ങനെയായിരിക്കും? അങ്ങനെ കുറേ ക്യാപ്സ്യൂളുകൾ ഇതിനകത്ത് 37 അടിച്ചു പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ഡോക്ടർ വന്നിട്ട് പരിയാരം ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് തോന്നുന്നുണ്ട്, ഒരു ലേഡി ഡോക്ടർ വന്നിട്ട് അനസ്തീഷ്യസ്റ്റ് തോന്നുന്നുണ്ട്, എന്താണോ എന്തായാലും അവർ വന്നിരുന്നു ഇവരുടെ തന്നെ പാർട്ടി ചാനലായ കൈരളി ചാനലിൽ വന്നിരുന്നിട്ട് മന്ത്രിയുടെ ആരോഗ്യത്തിനെ കുറിച്ചൊരു കമൻ്റ് അടിച്ച് പോകുന്നുണ്ട് കേട്ടോ. അതിന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഹെൽത്ത് മിനിസ്റ്റർ എന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ ഒരു പരിസ്ഥിതിയിൽ മാഡം ഈസ് അണ്ടർ ഇൻറ്റൻസ് വർക്ക് പ്രഷർ, പിന്നെ സൈക്കോളജിക്കൽ സ്ട്രെസ്സിലാണ്. അതിന് പുറമെ ഒരു ത്രട്ടനിങ് പോലെയാണല്ലോ ഈ ഒരു സംഭവം ഉണ്ടായത്. അതിനിപ്പോൾ ആരും നമ്മുടെ ദേഹത്ത് പിടിക്കണമെന്നൊന്നുമില്ല. വല്ലാതെ ഭയപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് അങ്ങനെ ഒരു അനുഭവം മാഡത്തിന് ഉണ്ടായിട്ടുണ്ടാവും അവിടെ വെച്ച്. ആ അനുഭവത്തിൻ്റെ പരിണാമം എന്നുള്ള രീതിയിൽ ഇതെല്ലാം സംഭവിക്കാം. ഇതൊരു ഓട്ടോമാറ്റിക് സിമ്പത്തറ്റിക് റെസ്പോൺസാണ്. കുടുംബത്തിന്റെ കൂടി അഭിപ്രായം കണക്കിലെടുത്താണ് ഡിസ്ചാർജ് ചെയ്തത്. ആയിക്കോട്ടെ, ഓട്ടോമാറ്റിക് സിമ്പത്തറ്റിക് റെസ്പോൺസ് ആണ്. അതാണ് നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ രോഗം, മനസ്സിലായില്ലേ? അതാണ് ഓട്ടോമാറ്റിക് സിമ്പത്തറ്റിക് റെസ്പോൺസ്. അതായത് ആരും ഒന്നും ചെയ്തിട്ടില്ല, ആൾക്കൂട്ടം വന്ന സമയത്ത് അല്ലെങ്കിൽ ആളുകൾ കരിങ്കൊടി കാണിക്കാൻ ഓടി അടുത്ത സമയത്ത് പേടിച്ച് കഴുത്തിന് ബെൽറ്റ് ഇടേണ്ട അവസ്ഥ വന്നു. വർക്ക് ലോഡ് കൂടുതലാണ്, പണി നിർത്തി പോകണമെന്ന്. ഇതിന് പിന്നെ ഈ പണിക്ക് എന്ത് വർക്ക് ലോഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നാട്ടുകാരെ സെർവ് ചെയ്യുക എന്നുള്ള ഈ പബ്ലിക് സർവൻ്റായിട്ട് പബ്ലിക്കിനെ സെർവ് ചെയ്യാൻ വേണ്ടി സ്വയം ഓപ്റ്റ് ചെയ്തതാണ്. അല്ലാതെ നമ്മളാരെങ്കിലും വീണാ ജോർജിൻ്റെ വീട്ടിൽ പോയിട്ട് മാഡം നിങ്ങളൊന്ന് രാഷ്ട്രീയക്കാരിയാവൂ എന്ന് ചോദിച്ചു? ഇല്ലല്ലോ. സ്വയം ഇറങ്ങിത്തിരിക്കുന്നതാണ് എല്ലാ രാഷ്ട്രീയക്കാരും. അവർക്ക് അധികാരം വേണം, ജനങ്ങളെ സേവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരായിട്ട് ഇറങ്ങിത്തിരിക്കുന്നതാണ്. അപ്പോൾ വർക്ക് ലോഡ് വന്നു കഴിഞ്ഞാൽ അവർ തന്നെയാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, അല്ലേ ബാക്കി നമ്മളല്ല. അവർക്ക് അതിനെ വർക്ക് ലോഡ് വന്നു കഴിഞ്ഞാൽ അവർ ഈ നാടകം കളിച്ച് കഴുത്തിൽ ബെൽറ്റ് ഇട്ടിട്ട് പോയിട്ട് വേണോ? നാട് ഭരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ ഇതാണോ ചെയ്യേണ്ടത്? നുണയും പറഞ്ഞ് സ്ക്രിപ്റ്റ് എഴുതി നമ്മളാരും കാണാത്തൊരു ഡെലൂലു KSUക്കാരനെയും കൊണ്ടുവന്ന് എന്തുവാണ് ഇത്? ഇതൊക്കെ ഒരു ഞാൻ അടുത്ത കാലത്തൊന്നും ഒരു മന്ത്രി ഇങ്ങനെ ഒന്ന് മെഴുകുന്ന ഞാൻ കണ്ടിട്ടില്ല. എന്ത് മെഴുകലാണ് അവർ ഈ മെഴുകിക്കൊണ്ടിരിക്കുന്നത്? കൊള്ളാമെന്നാണെന്നുണ്ടെങ്കിലും ജനങ്ങളോടാണ് പറയാനുള്ളത്, ഇതൊക്കെ ഓർത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. ഓർത്ത് നിങ്ങൾ വയ്ക്കണം എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളോട്. കാരണം ഇങ്ങനത്തെ ആളുകളൊക്കെ മന്ത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റം തന്നെ ഫെയിലിയറായി പോകും. ഈ നാടകത്തിനൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, എക്സ്പോസ് ചെയ്ത് വിടണം, എൻ്റർടൈൻ ചെയ്യരുത്. പാർട്ടിക്കാരോടും കൂടിയാണ് പറയുന്നത്. എവിടെ ആരും നിങ്ങളെ പാർട്ടിക്കാർക്ക് തന്നെ അറിയാം, എവിടെ ആ ഒരു ആൾക്കൂട്ടത്തിൽ അങ്ങനെ ഒരാൾ കയറി ഇവരെ താടിക്ക് തട്ടി തോണ്ടി ഒരു ഇടിച്ച് കുത്തി പോന്നിട്ടൊന്നുമില്ല. അവരുടെ ഗവൺമെൻറ് കയ്യാണ് കൊണ്ടത്. അത് മാന്യമായി ആക്സെപ്റ്റ് ചെയ്യുക. അവിടുത്തെ അത് ആക്സെപ്റ്റ് ചെയ്താൽ തന്നെ നിങ്ങൾ സക്സസ്ഫുൾ ആവും. നിങ്ങൾ വന്നിട്ട് ഇപ്പോൾ പറയുകയാണ് ആ ഇൻസിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം അവർ വന്നപ്പോൾ ഞാൻ പേടിച്ചു പോയി,
പേടിച്ച് ഞാൻ മാറിയ സമയത്ത് ഗവൺമെൻറ് കൈ എൻ്റെ കഴുത്തിൽ കൊണ്ടു. എനിക്ക് ചെറുതായിട്ട് വേദന ഉണ്ട്. ആക്സെപ്റ്റഡ്, ജനങ്ങളെ ആക്സെപ്റ്റ് ചെയ്യും. നമ്മുടെ തന്നെ മുകളിൽ നോണാ AKG ഇൻ്റലിജൻസ് എന്ന് കുറേ സ്ക്രിപ്റ്റ്. എന്തുവാണ് ഇത്? ഇങ്ങനെ ദുരന്താവൂ മന്ത്രി?